വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്ഡേറ്റഡ് സ്കിൻ കെയർ റുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാനൊരു ആയുർവേദിക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻകോപ്സ്, ഇതാണ് ആ പ്രോഡക്റ്റ്. ഇൻകോപ്സ് ആയുർവേദിക് മെഡിസിൻ. ഇത് സംഭവം കുങ്കുമാതി ലേപമാണ്. നമുക്ക് കുങ്കുമാതി ഓയിലായിട്ടും കിട്ടും, ലേപമായിട്ടും കിട്ടും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുങ്കുമപ്പൂവ്, കടമ്പ, പിന്നെ സാൻഡൽവുഡ് ഓയിൽ, പിന്നെ ആയുർവേദിക് മറ്റ് പ്രോഡക്ട്സ്, ടർമറിക്, പച്ചക്കർപ്പൂരം, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ, ഇൻകോപ്സിൻ്റെ തന്നെ പേജാണെന്ന് തോന്നുന്നു, ഞാനൊരു റീല് കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം സംഭവം എനിക്ക് ഹോർമോണൽ ഇഷ്യൂസ് കാരണം ഭയങ്കര ഫേസ് ഫുള്ളായിട്ടും ആക്നെ, സ്കിന്ന് ഭയങ്കര ഡാർക്ക് സ്പോട്ടും ഭയങ്കരമായിട്ട് തന്നെ അത് ഇമോഷണലി തളർത്തിയ ഒരു ഡേയ്സ് ആയിരുന്നു. ഏകദേശം ഒരു 6 months ഞാനത് സഫർ ചെയ്തു. ഒരു മാസം മുന്നേ വരെ എൻ്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഏകദേശം 6 മാസത്തോളം ഇതായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ. ഭയങ്കര ഡിപ്രഷൻ ലെവലിലേക്ക് പോയൊരവസ്ഥയായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മൾ ഒന്നുകിൽ നൈറ്റ് നമുക്കിത് പുരട്ടിയിട്ട് കിടക്കാം. ഏകദേശം ഇത്രയായിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി ഇത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ബിഫോർ ബാത്ത് ഒരു 1 hour മുന്നേ നമുക്കിത് പുരട്ടിയിട്ട് നമുക്ക് ഇത് കഴുകിക്കളയാം. കുളിക്കുമ്പോൾ കഴുകിക്കളയാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് നിങ്ങളിതിട്ട് കിടക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതൊരു ഓയിൽ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ രാത്രി ഇട്ട് കിടക്കുന്നതിനോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുളിക്കുന്നതിന് ഒരു 1 hour മുന്നേ ഞാനിത് തേക്കും, എന്നിട്ട് നോർമലി കഴുകിക്കളയും. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 week കൊണ്ട് തന്നെ എൻ്റെ മുഖം നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു മണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം, പച്ചക്കർപ്പൂരം ഉണ്ട്, മഞ്ഞളുണ്ട്, കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു എസൻസ് ഉണ്ട്. ഇതെല്ലാം എസൻസ് അല്ല, കുങ്കുമപ്പൂ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ ഇതിന്. ഇപ്പോൾ നമ്മൾ കുങ്കുമാതി ഓയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ 10 ml ഭയങ്കര റേറ്റാണ്. ഇതാകുമ്പോൾ അത്രയും റേറ്റ് വരുന്നില്ല. ഇതിന് റേറ്റ് 336 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ കുങ്കുമാതി ഓയിൽ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ചെറിയ ഡ്രോപ്സ് മതി. ഇതിൽ മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ക്രീമിഷ് ബേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഓയിൽ ഇതിലോട്ട് മാറും. അപ്പം എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, ഇതൊരു ഓയിലല്ലേ, അപ്പം ഇനി ഓൾറെഡി എൻ്റെ മുഖത്ത് കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇനിയിപ്പം ഇതും കൂടെ ഇട്ട് കൂടുമോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ റിവ്യൂ കണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ പോയി ഞാൻ റിവ്യൂ നോക്കി. അപ്പോൾ ഒത്തിരി ആൾക്കാർ വർഷങ്ങളായിട്ട് ഇൻകോപ്സിൻ്റെ ഇവരുടെ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സംഭവം വന്നിട്ട് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്, നമ്മുടെ കേരളത്തിലെ പ്രോഡക്റ്റ് അല്ല ഇത്. അപ്പം ഇവരുടെ തന്നെ സൈറ്റിൽ കയറിയിട്ട് വാങ്ങിക്കാം. അതെല്ലാം നമ്മുടെ മറ്റ് ഓൺലൈൻ സൈറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് വന്ന ഒരു പ്രോഡക്റ്റാണിത്, കുങ്കുമാതി ലേപം. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യാം. ഞാൻ ആയുർവേദിക്കിൻ്റെ തന്നെ കോട്ടക്കലിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷിന് പകരം. അപ്പോൾ അതാകുമ്പം കുറച്ചും കൂടെ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് നോർമൽ, അതല്ലെങ്കിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയയുടെ നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നോർമലി വെച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ഇൻകോപ്സിൻ്റെ ഇവരുടെ ഫുൾ ഫോം ഇന്ത്യൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കോപ്പറേറ്റീവ് ഫാർമസി സ്റ്റോഴ്സ് ലിമിറ്റഡ്, ചെന്നൈയുടെ പ്രോഡക്റ്റാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ ഫുൾ ക്ലിയർഡ് ആണെന്ന് ഞാൻ പറയത്തില്ല. സ്റ്റിൽ എൻ്റെ ഫേസ് എങ്ങനെയാണ് ഇരുന്നതെന്ന് വെച്ചിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഇത് റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നൊരു പ്രോഡക്റ്റാണ്. ബട്ട് ഒന്നും കൂടെ ഒന്ന് സമയം എടുക്കട്ടെ, ഒരു 1 month ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. 1 month ആയിട്ട് ഇതിൻ്റെ പകുതി ട്യൂബ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു യെല്ലോയിഷ് ഒരു ഓയിലിൻ്റെ ഇത് തന്നെയാണ് കിട്ടുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയൊക്കെ ഉണ്ടാവും കേട്ടോ ഫേസിന്. പിന്നെ മാക്സിമം സൺ എക്സ്പോഷർ കുറയ്ക്കുക. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ ഡ്രൈ സ്കിന്നുകാരൊക്കെയാണ് ഓയിലി, അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഷോർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണെന്നുള്ളത്, സെറ്റാഫിലിൻ്റെ. കാരണം ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നോർമൽ ടു കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ള
പ്രോഡക്റ്റാണ് കേട്ടോ. ഇവരുടെ തന്നെ എക്സ്ട്രാ ഡ്രൈ സ്കിന്നുകാർക്ക് വേറെ പ്രോഡക്റ്റ് ഉണ്ട്. സെറ്റാഫിലിന് പല പല വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പും വായിച്ച് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ മോയ്സ്ചർ ലോക്ക് ചെയ്യുന്ന ഇപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ. ഇത് എനിക്ക് ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് പിമ്പിൾ കുറയ്ക്കുന്നത് ഞാൻ പറയില്ല. സ്റ്റിൽ ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു ക്ലൈമറ്റിൽ ഇത് നല്ലതാണ്. ആൻഡ് വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്നെപ്പോലെ ഇപ്പം തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവർ അല്ലെങ്കിൽ മറ്റ് PCOD, PCOS അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടോ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ വരുന്ന ആക്നെ, അങ്ങനെയൊക്കെ നമുക്ക് മന്ത്ലി ഈ പ്രശ്നങ്ങളുള്ളവരും കാലാകാലങ്ങളായിട്ട് പുതിയ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്തത് വരുന്ന, അതിൻ്റെ സ്കാർ മാറുന്നതിന് മുന്നേ അടുത്തത് വരുന്ന, അങ്ങനെ ഈ ആക്നെ റിലേറ്റഡ് ആയിട്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം. ഓയിലായതുകൊണ്ട് പിന്നെയും ഓയിലി ആക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ടാനൊക്കെ നന്നായിട്ട് കുറയ്ക്കും, കാരണം കോംപ്ലക്ഷൻ കൂട്ടും. ഇതൊരു ഫെയർനെസ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ ക്ലിയർ ആക്കി സ്മൂത്തൻ ആൻഡ് ഈവൻ ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റനിങ് പർപ്പസിന് നിങ്ങളിത് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിൻ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു കുങ്കുമാതി ലേപം ഇംകോപ്സിൻ്റെ ഈ ഒരു ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം എനിക്കതുകൊണ്ട് വേറെ സൈഡ് എഫക്ട്സ് വന്നിട്ടില്ല. ഉള്ള മാർക്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, ഡാർക്ക് സ്പോട്ട്സ് കുറഞ്ഞിട്ടുണ്ട്, പിമ്പിൾ വന്നുകൊണ്ടിരുന്നതിന് ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.